ദേ അഭിയേട്ടൻ വന്നിരിക്കുന്നു. അഭിയേട്ടൻ സമയം തെറ്റിയാണല്ലോ വന്നിരിക്കുന്നത്. ഊണ് കഴിഞ്ഞു. ഞാൻ ഊണ് കഴിക്കാൻ വന്നതല്ല. ഓ ഭാഗ്യം, കുറ്റം പറിച്ചിൽ കേൾക്കണ്ടല്ലോ. അല്ല, വന്നപാടെ നിക്കാതെ ഇരിക്കേ. അല്ല, വേണമെങ്കിൽ ഒരു ചായ തരാം, എടുക്കട്ടെ? ഒന്നും വേണ്ട, ഞാൻ വെറുതെ വന്നാ. വെറുതെയോ? അല്ല, ഒരുപാട് നാളായില്ലേ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. ഒന്ന് വന്ന് എല്ലാരും ഒന്ന് കാണാന്ന് വെച്ചു. എല്ലാവരെയോ അതോ? നിങ്ങൾ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരല്ലേ? ആ, ഇന്നത്തെ സ്പെഷ്യല് പാലട പ്രഥമനുണ്ട്, എടുക്കട്ടെ? ഇന്നെന്താ വിശേഷിച്ച്? ഞങ്ങളുടെ പുതിയ കുക്കേ സിസ്ലി ചേച്ചിയുടെ വകയാ. ചേച്ചി ചാർജ് എടുത്ത മുതൽ എന്നും ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എടുത്തോണ്ട് വരാം. നാളത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. വെച്ചുണ്ടാക്കുന്നതൊക്കെ ഞാൻ നാളെ കാലത്ത് വന്ന് ചെയ്തോളാം. ശരി ചേച്ചി. ചേച്ചിയോ? മാഡം അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. അതെ, ചേച്ചി അമ്മച്ചിന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല. 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിരുന്നു ഞാൻ. മനസ്സിലായല്ലോ? കോൾ മീ ഓൺലി മാഡം. കോൾ മീ ഓൾവേസ് മാഡം. അണ്ടർസ്റ്റാൻഡ്? ആ, പിന്നെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ വാഴക്കാത്തോരനെ ഒട്ടും റേറ്റിംഗിലായിരുന്നു. വായിൽ വെക്കാൻ കൊള്ളില്ലെന്നായിരുന്നു ഒരു കസ്റ്റമറിന്റെ കമന്റ്. ഞങ്ങളുടെ പഴയ കുക്ക് ഭാസ്കരേട്ടനുണ്ടായിരുന്നപ്പോ മുതല് ഇവിടെ തോരനും കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയാ. ഇന്ന് വരെ ഞങ്ങൾ ഉണ്ടാക്കിയതിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണ്ട. കറികൾ നന്നായില്ലെങ്കിൽ ഞാൻ കുറ്റം പറയും. മനസ്സിലായോ? ഭാസ്കരനല്ല, ഇപ്പൊ സിസിലി ഡിസൂസയാണ് പഞ്ചരത്നത്തിലെ ചീഫ് കുക്ക്. അതുകൊണ്ട് എല്ലാ കറികളിലും ഒരു സിസിലി ടച്ച് ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധമാ. മനസ്സിലായോ? സിസിലെടുത്തി പോയിറങ്ങിയോ? പണിയൊക്കെ തീർന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ പോകാൻ റെഡി ആവുമായിരുന്നു. അല്ല, മോള് പറഞ്ഞോ? എന്താ വേണ്ടച്ച പറ. ചേച്ചിയുടെ സ്പെഷ്യൽ പാലട ടേസ്റ്റ് ചെയ്യാനേ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. റിയലി? അതാരങ്ങനെ ഒരു ഗസ്റ്റ്? ഞങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമർ ചേട്ടനാ. പക്ഷേ ആ ചേട്ടന് ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ. കുഴപ്പക്കാരനാണോ? ഏയ്, അതൊന്നുമല്ല. പുള്ളി പക്കാ ഡീസന്റാ. ആഹാരം കഴിച്ച ശേഷം എന്തെങ്കിലും ഒരു കുറ്റം പറയും. അത് നിർബന്ധാ പുള്ളിക്ക്. അതാ ആ ചേട്ടന്റെ കുഴപ്പം. ഇന്നത്തോടെ ഈ മദാമത്തള്ളയുടെ അടപ്പ് തെറിക്കും. അമ്പലപ്പുഴ പാൽപായസം കൊടുത്താലും കുറ്റം പറയുന്നയാളാ അഭിമന്യു സാറ്. എങ്കി പിന്നെ ആ കസ്റ്റമറുടെ കുറ്റം കേട്ടിട്ട് തന്നെ കാര്യം. ശ്രീദേവി, ഒരു ഗ്ലാസ് നിറച്ചു ആ പായസം ഒന്ന് പകർന്നെടുത്തേ. അടുക്ക്. ഫുള്ള അടുക്ക്. മോളി പായസം കൊണ്ടുപോയിട്ട് അയാൾക്ക് കൊടുക്ക്. അയാൾ ഒരു കുറ്റവും പറയില്ല. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനേ ഈ സിസിലി പിന്നാലെ എത്തിക്കോളാം. ചെല്ലേ. നിങ്ങള് ജോലി എല്ലാം ചെയ്. കുടിച്ചു നോക്ക്, സൂപ്പറാണെന്നാ കസ്റ്റമർ റിവ്യൂ. ഇവനോ? പറ, എങ്ങനുണ്ട്? 2 ദിവസം മുന്നേ ഒരു പനി വന്നിരുന്നു. അതിന്റെ അസ്കിത ഇനിയും വിട്ടുമാറിയിട്ടില്ല. കഴിക്കുന്നതിന്റെ ഒരു രുചി അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അത്ര മോശമല്ല. നന്നായി എന്നൊരു നല്ല വാക്ക് പറയാൻ, അല്ലെങ്കിൽ അഭിയേട്ടന് ഭീഷിക്കാം.
അപേട്ട മോശമല്ല എന്ന് പറയുന്നത് തന്നെ വലിയ അവാർഡാ. എന്നാ പിന്നെ ഞങ്ങളുടെ പാവം സിസിലി ചേച്ചിക്ക് ആ അവാർഡ് അങ്ങ് നേരിട്ട് കൊടുത്തേരെ. അതിനെന്താ? നീ സിസിലി ചേച്ചി ഒന്ന് വിളിച്ചേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.